പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ് ലെബനൻ ഇസ്രായേൽ 10 ദിന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാം ഘട്ട ഇസ്ലാമാബാദ് ചർച്ച വൈകില്ലെന്നും ഇറാനുമായി ഉടൻ കരാറിലെത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. വെടിനിർത്തലിനെ തുടർന്ന് ലെബനൻ അഭയാർത്ഥികൾ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചുവരാനൊരുങ്ങി. അതേസമയം ഇസ്രായേലിന് തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് പറഞ്ഞു. അതിനിടെ ഇറാനെ വാനോളം പുകഴ്ത്തി ട്രംപിന്റെ പ്രതികരണവും വരുന്നു. ഇറാനിൽ കരുത്തുറ്റതും സ്മാർട്ടുമായ ധീരരായ പോരാളികളാണ് ഉള്ളതെന്ന് ട്രംപ്. US യുദ്ധക്കപ്പലിന് നേരെ 111 മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെങ്കിലും പ്രതിരോധിച്ചെന്നും ട്രംപ് വെളിപ്പെടുത്തി. ലെബനാനിൽ വെടിനിർത്തലിന് തൊട്ടുമുൻപ് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇറാൻ ആയുധങ്ങൾ കൈമാറില്ലെന്ന് ചൈന ഉറപ്പു നൽകിയെന്നും ഇറാനെതിരായ നാവിക ഉപരോധം തുടരുമെന്നും US അറിയിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ലെബനാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടെയാണ് രണ്ടാം ഘട്ട ഇറാൻ അമേരിക്ക ചർച്ചയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ട്രംപിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണങ്ങൾ നോക്കുമ്പോൾ ഒരു ശുഭപ്രതീക്ഷയാണോ ഉള്ളത്? ദിവ്യ, ഒരു ഭാഗത്ത് ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ഈ മാസം 22 വരെയാണ് ഇപ്പോൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ കാലപരിധി. അതിനിടയിൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാം വട്ട ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ വേദി ഒരുങ്ങുമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. അതുമാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഇറാൻ തയ്യാറായതായിട്ട് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമസിലെ നാവിക ഉപരോധവും സൈനിക മുന്നൊരുക്കങ്ങളും ഒരു കരയുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക നീങ്ങുന്നതെന്ന തോന്നലിലാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വമുള്ളത്. അതുകൊണ്ട് ഇറാൻ സൈനിക നേതൃത്വം അല്പം മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവന പ്രകാരം അത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയുടെ മറവിൽ നടക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അത് മേഖലയെ മാത്രമല്ല ലോക സാമ്പത്തിക ഘടനയെ തന്നെ തകിടം പറിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും ഡിപ്ലോമാറ്റിക് ചർച്ചയുടെ പേര് പറഞ്ഞ് അതിനിടയിലൂടെ ആക്രമണം നടത്തുന്ന രീതിയാണ് അമേരിക്കയും ഇസ്രായേലും അവലംബിക്കുന്നത്. ഇത്തവണയും അതിന് സാധ്യത കൂടുതലാണെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാൻ സേന നടത്തുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് പ്രതീക്ഷ വളരെ ശക്തമാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഇസ്ലാമാബാദിൽ ചർച്ച നടക്കും. പക്ഷേ ആ ചർച്ചയിലൂടെ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്തും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനെ വളരെ ഗൗരവത്തിൽ കാണുകയും സൈനിക മുന്നൊരുക്കങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനും തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ബ്രിട്ടനും ഫ്രാൻസും മുൻകൈയെടുത്ത് 40ഓളം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇന്ന് ഓൺലൈൻ ഉച്ചകോടി ചേരുന്നുണ്ട്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ഹോർമസിലൂടെയുള്ള കപ്പൽപാത സുഗമമാക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഓൺലൈൻ ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദിവ്യ, MC, അതിനിടെ ഇറാൻ നേതൃത്വത്തെ ഭരണതലത്തിലെ നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ടുകൂടി ട്രംപ് രംഗത്തെത്തുന്നുണ്ടല്ലോ. എന്താണ് അതിന് പിന്നിൽ? ദിവ്യ, വളരെ വിചിത്രമായിട്ടുള്ള ഒരു പക്ഷേ പരിഹാസ്യമെന്ന് തോന്നാവുന്ന പ്രതികരണങ്ങളാണ് നിത്യേന ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം എന്നതിലൊക്കെയാണ് ഇറാൻ ജനതയെയും ഇറാനിലെ പോരാളികളെയും വലിയ തോതിൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ അതിശക്തരായിട്ടുള്ള പോരാളികളാണ്, 111 മിസൈലുകളാണ് തൻ്റെ യുദ്ധക്കപ്പലിന് നേരെ അവർ തൊടുത്തുവിട്ടത്. പക്ഷേ സൈന്യം വളരെ ശക്തമായതുകൊണ്ട് അതൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിലും ഇറാനിലെ പോരാളികളെയും ഇറാൻ ജനതയെയും ഒക്കെ വാനോളം പുകഴ്ത്തുന്ന ഒരു സമീപനം കൂടിയാണ് ഏറ്റവും അവസാനം നടത്തിയ വാർത്താ പ്രതികരണത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കും, ഇസ്ലാമാബാദിലെ രണ്ടാം ഘട്ട ചർച്ച ഉടൻ തന്നെ തുടങ്ങും എന്ന പ്രതികരണമാണ് ട്രംപിൽ നിന്ന് വരുന്നത്. MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.